പറഞ്ഞാൽ എനിക്ക് ഈ കാലത്ത് നിങ്ങൾ പെമ്പിള്ളേർ എന്നോട് കരുത്തക്കയറുമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നിയിരിക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട്. പഴയ പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആൺപിള്ളേരാണ്. ഇന്നത്തെ കാലത്ത് വെച്ചാൽ ഈ പെൺപിള്ളേർ ഒന്നുകിൽ അവർ പഠിക്കും, കുത്തിയിരുന്ന് പഠിക്കും, അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കുവരും. എന്നിട്ട് പിന്നെ എന്താ അവരാണ് മാക്സിമം അപ്പനും അമ്മേനെയും ഉപയോഗിക്കുന്നത്. കാര്യം ഈ ആൺപിള്ളേർക്കാണെങ്കിൽ ജോലി കിട്ടാൻ താമസിക്കും, അവർ ചില പഠിത്തത്തിൽ പുറകായിരിക്കും. പക്ഷെ എന്ത് പറ്റും, അപ്പനും അമ്മയും പണമുള്ളവരുടെ കൂടെ അല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ ശമ്പളക്കാരുടെ പണം വെച്ചുകൊണ്ട് അവർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആൺപിള്ളേർക്ക് എന്ത് പറ്റും, അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റണില്ല, അവർക്ക് പണമില്ല, അപ്പനും അമ്മയും അവർ കേൾക്കണില്ല. അവർ പെൺമക്കൾ പറഞ്ഞ പണ്ടിലൊക്കെ അപ്പനമ്മയും ഒപ്പിട്ട് കൊടുത്തിരിക്കും, അവനും വീട് പോലും ഇല്ലാതെയാവും. ഇങ്ങനെയൊക്കെ അനീതികൾ ഒത്തിരി ഉണ്ട്. അധാർമികമായ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. അധാർമികമായ സമ്പത്ത് ആടകൻ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഫസ്റ്റ് ചെയ്യാവുന്നത്, നിങ്ങൾ സ്നേഹിതന്മാരെ സമ്പാദിക്കുന്ന മുമ്പ് ആദ്യം നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ആ പണം, ആർക്കാണ് നിങ്ങളിങ്ങനെ തരികട കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടത്, അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അണ്ടർസ്റ്റുഡാണ്. ആദ്യം അത് ആർക്കാണ് നഷ്ടപ്പെടുത്തി അവർക്കാണത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടത്. എൻ്റെ മക്കളെ, ഞാൻ പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കുന്നതിലിരിക്കും, പക്ഷെ നിങ്ങളെ പണി മേടിക്കും. എന്താ കാര്യം, ഈശോ പറഞ്ഞതിന് എനിക്കും പറയാനുള്ളത്, ഞാൻ പോകുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന്. അതുപോലെ ഞാൻ അമ്മയെ നേരെ കണ്ടത് കൊണ്ടാണ് സ്വർഗം എന്താണെന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാർക്കശ്യമായിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ താത്വിക പ്രബോധനം നടത്തുകയോ ഒരു നിലപാടെടുക്കുകയോ ചെയ്യണമല്ല വിഷയം. അനുദിനമുള്ള ജീവിത പ്രശ്നത്തിൽ സുവിശേഷവിഹിതമായ ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പോൾ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സോപ്പിട്ടിട്ടാ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്ത് പറ്റുന്ന രീതിയിൽ മനുഷ്യനെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി ബൈബിള് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില അണ്ണന്മാർ രക്ഷപ്പെടാതിരിക്കുന്ന കാരണം അവന്മാരുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. അവർ ദൈവത്തെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള സുഖങ്ങൾക്ക് പോയിട്ട് പിന്നെ